സങ്കീർത്തനങ്ങൾ 16:8 ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുൻപിൽ വെച്ചിരിക്കുന്ന ദൈവം, ഈ ഒരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്രഭുകളെ കർത്താവിന്റെ സ്വന്തം എന്ന് സാക്ഷിക്കുവാൻ പ്രാഗൽഭ്യം നേടുക എന്നത് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ഭാഗ്യപദവിയാണ്. കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന അനുഭവം ഉള്ളവന് മാത്രമേ അത് പറയുവാൻ ഒക്കുകയുള്ളൂ. അവൻ ദുഃഖിതനെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഏറെ സന്തോഷമുള്ളവനാണ്. ദൈവഭയമുള്ള ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ കാര്യം ദൈവത്തെ എപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ വയ്ക്കുക എന്നുള്ളതാണ്. ജീവനുള്ള ദൈവത്തെ എങ്ങനെയാണ് ഒരുവന്റെ മുൻപിൽ വയ്ക്കുവാനാകുന്നത്? എടുത്തു വയ്ക്കുവാൻ കഴിയുന്ന ജീവനില്ലാത്ത ഒരു വസ്തുവല്ല ദൈവമെന്ന് അറിയാവുന്നവനാണ് ഒരു യഥാർത്ഥ ഭക്തൻ. എന്നാലും തൻ്റെ തീരുമാനം കൊണ്ടും സമർപ്പണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ തൻ്റെ മുന്നിലാണ് അവൻ സ്ഥാനം നൽകി ആദരിച്ചിരിക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങള്, ജീവിതാനുഭവങ്ങൾ. കുടപ്പുറപ്പുകളെ സങ്കീർത്തനക്കാരൻ തൻ്റെ തീരുമാനം, തൻ്റെ പ്രവൃത്തി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധേയവും നമുക്ക് ഒരു മാതൃകയുമാണ്. ഞാൻ യഹോവയാം ദൈവത്തെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ദൈവം തൻ്റെ തീരുമാനം കൊണ്ട് എൻ്റെ മുൻപിൽ ഇരിക്കട്ടെ എന്ന് വെക്കുകയല്ല, ഞാൻ എൻ്റെ പാറയായ ദൈവത്തെ എൻ്റെ മുൻപിൽ വച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ എൻ്റെ മുൻപിൽ വച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ മുൻപിലുണ്ട്. കർത്താവിനെ മുൻപിൽ വെച്ചുകൊണ്ടുള്ള, കണ്ടുകൊണ്ടുള്ള ഒരു ഭക്തിയുള്ള ജീവിതമാണ് പ്രിയരെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കർത്താവിനെ മുൻപിൽ വച്ചിരിക്കുന്ന ഒരുവന് കർത്താവിനെ മറികടന്ന്, കർത്താവ് അറിയാതെ അവന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാനാകുകയില്ല. കർത്താവിനെ മുൻപിൽ വെച്ചിട്ടുള്ള ജീവിതത്തിന് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുക. അപ്രകാരമുള്ളവർക്ക് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഒക്കുകയുള്ളൂ. ദൈവം എൻ്റെ മുൻപിൽ ഉണ്ടെന്നുള്ള ആഴമായ ആ ബോധവും ഭയവും വിശുദ്ധി കാത്തു ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിക്കും. ദൈവം മുൻപിൽ ഉണ്ടെന്നുള്ള ബോധ്യം പാപത്തിന്റെ കുറ്റബോധത്തിൽ ഉളവാകുന്ന നീർച്ചുഴിയിൽ അവൻ നശിക്കുവാൻ അനുവദിക്കുകയില്ല. തൽഫലമായി സന്തോഷപ്രദമായ ഒരു സന്തുഷ്ട ക്രിസ്തീയ ജീവിതം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുവാൻ ഇടയാക്കും. എല്ലാ ക്രിസ്തീയരും സന്തുഷ്ടമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ് എന്ന് കരുതരുത്. എല്ലാ ക്രിസ്തീയരും സന്തുഷ്ടമായ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരല്ല. കൂടാതെ ഈ ജീവിത നിലവാരമുള്ള വിശ്വാസിക്ക് എപ്പോഴും ഒരു സുരക്ഷിതത്വ ബോധം ഉളവാക്കുന്നതാണ് ദൈവം എൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ള ആ അനുഭവം. ദൈവം എൻ്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ പരിചയം പലകയുമാണ്. ശത്രുവിന് എന്നെ ഒന്നും ചെയ്യുവാൻ ഒക്കുകയില്ല. ഒരു വിശ്വാസിയിൽ സുരക്ഷിതത്വ ബോധമില്ലെങ്കിൽ ജീവിതം എന്നും അരക്ഷിതാവസ്ഥയിലായിരിക്കും എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. അരക്ഷിതാവസ്ഥ ഒരു വിശ്വാസിയിൽ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അസ്വസ്ഥനാക്കപ്പെടും. അവൻ എപ്പോഴും ആകുല ചിന്തയാൽ നീറിപ്പുകഞ്ഞ് നടക്കുന്നവനായി തീരും. മറിച്ചാണെങ്കിൽ സുരക്ഷിത ബോധത്താൽ ജീവിതം നയിക്കപ്പെടുമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അവനിൽ ആനന്ദത്തിനേ ഇടയുണ്ടാകുകയുള്ളൂ. ദൈവം എൻ്റെ മുൻപിൽ ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിലുള്ള പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ മുൻപിൽ ദൈവമുണ്ട്. പ്രശ്നങ്ങൾ ഉള്ളവനാണ് ഒരു വിശ്വാസി.
ദൈവത്തെ ഞാൻ എൻ്റെ മുൻപിൽ വയ്ക്കാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ മുൻപിൽ പ്രശ്നങ്ങളെ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ പ്രശ്ന പരിഹാരകനായ ദൈവം എൻ്റെ മുൻപിൽ ഉണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ കാണുന്നതിന് പകരം എൻ്റെ ദൈവത്തെയാണ് ഞാൻ കാണുവാൻ ഇടയാകുക. കാരണം ദൈവം എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ സങ്കേതവുമാണ്. എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ കാണാതെ വണ്ണം, എൻ്റെ പ്രശ്നങ്ങൾ എന്നെ കീഴ്പ്പെടുത്താതെ വണ്ണം ദൈവം അതിനെ മറച്ച് എനിക്ക് ഒരു ശൈലമാകുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. കൂടപ്പിറപ്പുകളെ, നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നുവോ? നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പ്രശ്നത്തെയാണോ, അതോ പ്രശ്നത്തെ മറയ്ക്കുന്ന ശൈലമാകുന്ന ദൈവത്തെയാണോ? നിങ്ങളിൽ ഒരു സുരക്ഷിതത്വ ബോധം നിറഞ്ഞിരിക്കുന്നുവോ? നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നുവോ? ദൈവത്തെ കാണുവാൻ കഴിയാതെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന പ്രതികൂല കാറ്റുകളെ മാത്രം നോക്കി ഭയപ്പെടുന്നവർ ദൈവത്തെ യഥാർത്ഥമായി തങ്ങളുടെ മുൻപിൽ വെച്ചിട്ടില്ലാത്തവരാണ്. ആകുലചിത്തമായ ജീവിതം നയിക്കുന്നവരാണിവർ. ദൈവത്തെ മുൻപിൽ വയ്ക്കുവാനായവർ, അവർ സുരക്ഷിതരായവരും അവർ സന്തുഷ്ടരും അവർ സന്തോഷമുള്ളവരുമായിരിക്കും. അവരുടെ ജീവിതം ഏറ്റവും ആനന്ദപ്രദമായി നയിക്കുവാനും അവർക്കിടയാകും. അപ്രകാരം ഒരു ജീവിതം, ദൈവത്തെ മുൻപിൽ വെച്ചുകൊണ്ടുള്ളൊരു ജീവിതം, ആനന്ദപ്രദമായ ഒരു ക്രിസ്തീയ വിശ്വാസ വിശുദ്ധ ജീവിതം പ്രിയരെ നയിക്കുവാൻ നമുക്കാവണം. അതിനെന്നെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്കതിനിടയായി തീരണം. അതിനെനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. കർത്താവിനെ അതിനനുഗ്രഹിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ, സമർപ്പിക്കുവാൻ താല്പര്യപ്പെടുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദൈവത്തെ എപ്പോഴും ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഒരനുഭവം, അപ്രകാരമുള്ളൊരു ബോധമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് സങ്കേതവും ശൈലവും കോട്ടയുമായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ സുരക്ഷിത ബോധമുള്ളവരാണ്. ഞങ്ങൾ സുരക്ഷിതരാണ്. ഞങ്ങൾ സ്വസ്ഥരാണ്. ആ അനുഭവത്തിൽ തന്നെ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ആ അവസരം ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങുന്ന ഉപകരണങ്ങളായി ജീവിപ്പാൻ ഇന്ന് പകലിലും ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ. കർത്താവ് അത് ഞങ്ങളുടെ മേൽ ചെയ്യുന്ന വൻകൃപകൾക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിനു വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.